BJP സംസ്ഥാന ഭാരവാഹി പട്ടിക ഉടൻ ഉണ്ടാക്കും. പട്ടികയുമായി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ദേശീയ നേതൃത്വത്തെ കണ്ടു. MT രമേശ് ജനറൽ സെക്രട്ടറിയായി തുടരും. C കൃഷ്ണകുമാർ, അഡ്വക്കേറ്റ് PS സുധീർ എന്നിവരിൽ ഒരാൾ K സുരേന്ദ്രന്റെ നോമിനിയായി തുടരും. S സുരേഷ്, അനൂപ് ആന്റണി എന്നിവർ പുതിയ ജനറൽ സെക്രട്ടറിമാരാകും. ഷോൺ ജോർജ് സംസ്ഥാന സെക്രട്ടറിയായേക്കുമെന്നും സൂചനകളുണ്ട്. VS രഞ്ജിത്ത് വിവരങ്ങളുമായി. VS, പുതിയ പട്ടികയിൽ ആരൊക്കെ മാറും, ആരൊക്കെ പുതുതായി വരും? സ്മൃതി, സ്വാഭാവികമായിട്ടും രാജീവ് ചന്ദ്രശേഖർ ഒരു പുതിയ ടീമിനെ ഉണ്ടാക്കുമ്പോൾ ഈ പഴയ തലമുറയിൽപ്പെട്ട മുതിർന്ന അംഗങ്ങളെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഒരു ഫ്രഷ് ടീമിനെ ഉണ്ടാക്കുക എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഒഴിച്ചുകൂടാൻ സാധിക്കാത്ത അത്യാവശ്യം അനുഭവ പരിചയമുള്ള ചില മുതിർന്ന നേതാക്കളെ ഉൾപ്പെടുത്തുകയും ചെയ്യും. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റുകൾ 4 ജനറൽ സെക്രട്ടറിമാരുടെ പോസ്റ്റാണ്. ഈ ജനറൽ സെക്രട്ടറിമാരുടെ പോസ്റ്റ് 4-ൽ നിന്ന് 5 ആക്കണം എന്നൊരാവശ്യം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെതായ നോമിനികളെ ഉൾപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ്. പക്ഷേ അതിനുള്ള ഒരു അനുമതി അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും 4 തന്നെ തുടരുകയാണെങ്കിൽ നിലവിൽ ഒരു വേക്കൻസി ഉണ്ട്. അത് ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിയായതിന്റെ ഒഴിവാണ്. ആ ഒഴിവിലേക്ക് അനൂപ് ആന്റണി ജനറൽ സെക്രട്ടറി ആയിട്ട് വരും. നിലവിൽ ബാക്കിയുള്ളവർ MT രമേശും C കൃഷ്ണകുമാറും P സുധീറുമാണ്. ഇതിൽ P സുധീറും C കൃഷ്ണകുമാറും K സുരേന്ദ്രന്റെ നോമിനികളാണ്. ഇതിൽ ഒരാൾ തുടർന്നേക്കാം, മറ്റൊരാളെ മാറ്റുകയും ആ സ്ഥാനത്തേക്ക് തിരുവനന്തപുരത്ത് നിന്നുള്ള S സുരേഷ് ഒരുപക്ഷേ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആവാൻ സാധ്യതയുണ്ട്. MT രമേശ് തുടരുമെന്നാണ് കേൾക്കുന്നത്. അതോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രനെ ഒരു കീ പോസ്റ്റിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് രാജീവ് ചന്ദ്രശേഖറിന്റെ ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷേ ദേശീയ നേതൃത്വത്തിലേക്ക് ശോഭാ സുരേന്ദ്രനെ കൊണ്ടുപോകും, അല്ലെങ്കിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി നിലനിർത്തേണ്ടി വരും. മറ്റ് പോസ്റ്റുകൾ എന്ന് പറയുന്നത് സെക്രട്ടറിമാരും ഉപാധ്യക്ഷന്മാരുടെയും പോസ്റ്റുകളാണ്. ഈ പോസ്റ്റുകളിലേക്ക് മുൻ ജില്ലാ അധ്യക്ഷന്മാരായിട്ടുള്ള KK അനീഷ്, VK സജീവൻ, അതുപോലെ ഗോപകുമാർ തുടങ്ങിയ ആളുകളെ, ശ്രീകാന്ത് തുടങ്ങിയ ആളുകളെയൊക്കെ പരിഗണിക്കുന്നുണ്ട്. ഏതായാലും പഴയ ടീമിൽ നിന്ന് വലിയൊരു വിഭാഗത്തെ മാറ്റി പുതിയ ഒരു ഫ്രഷ് ടീമിനെ കൊണ്ടുവരാനായിരിക്കും നീക്കം നടക്കുക. പ്രതീഷ് വിശ്വനാഥിനെ കൊണ്ടുവരാനുള്ള നീക്കം RSS ഇടപെട്ട് തടഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ABVP-യുടെ ദേശീയ ഓർഗനൈസ് സെക്രട്ടറി ആയിട്ടുള്ള O നിതീഷിനെ അദ്ദേഹത്തിന്റെ പുതിയ ടീമിലേക്ക് ഉൾപ്പെടുത്തും. ഷോൺ ജോർജ് സംസ്ഥാന സെക്രട്ടറിയായി എത്താനുള്ള സാധ്യതയുമുണ്ട്. ശരി, VS രഞ്ജിത്താണ് BJP ഭാരവാഹികളുടെ പുതിയ പട്ടികയുടെ വിശദാംശങ്ങൾ നൽകിയിരിക്കുന്നത്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.